കാസർഗോഡുള്ള പയ്യന്മാരെ കണ്ടതിന് ശേഷം പിന്നെ എന്താണ് നടന്നതെന്ന് അറിയണ്ടേ? സ്കിപ്പ് ചെയ്യരുത്, എല്ലാവരും കാണണം. ഓക്കെ, അടുത്ത എപ്പിസോഡിലേക്ക്. നമ്മൾ പല സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. അപ്പൊ ഇനി എന്നെ കൊള്ള വിളിക്കല്ലേ? നിങ്ങൾ അല്ലെങ്കിൽ എന്ന് കൊള്ള വിളിക്കുക, നിങ്ങൾ വിളിക്കില്ലേ? നമ്മൾ ഈ വിവരക്കേട് എപ്പോഴെങ്കിലും ചെയ്യും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക്. വളരെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളുടെ ജീവിതത്തിലെ വല്ലാത്ത സുഖകരമായ അനുഭവങ്ങളായിരുന്നു. കാരണം പ്രായമായവരാണ് ഞങ്ങളെല്ലാവരും. ഇതുപോലെ പ്രായമായെന്ന് പറഞ്ഞ് വീട്ടിൽ തന്നെ ഇരിക്കരുത്. നമ്മൾ മരിക്കുന്നതിന് മുമ്പ് കുറച്ച് സന്തോഷം, കുറച്ച് എൻജോയ്മെൻ്റൊക്കെ നമുക്ക് വേണം. വീട്ടുകാരെല്ലാം പറയും കിളവായി വയസ്സായ കാലത്തൊരിടത്തും പോവരുത്, വീട്ടിൽ തന്നെ കിടക്കണം. അതൊന്നും അംഗീകരിക്കരുത്. നമ്മൾ പതുക്കെ നമ്മുടെ സുഖവും കൂടെ ചെറുതായിട്ടൊന്ന് നോക്കി തന്നെ നമ്മൾ സഞ്ചരിക്കണം കേട്ടോ. അടുത്തതാ ഒരു സൂപ്പർ ഡെസ്റ്റിനേഷൻ, സ്വിറ്റ്സർലാൻഡ് പോലെ ഇരിക്കുന്നു. എന്ത് രസം! ഞാൻ ആഗ്രഹിച്ച സാധനം. ഞാനാ ഇത് കൊടുക്കൂ? ഇത് തേനില്ല അല്ലേ? വേണ്ട. डाउट अंदर का तन्नी उठ काम करेंगे ओरिजिनल वाला प्लान है सर तो उसका कच्चा कत्तो ओरिजिनल तेल मतलब डुप्लीकेट का कत्तो लगता है ना खान की तरह या पीट के इन्हें उधर पुलिस चढ़ना बोल ताला करके सर मिक्सा वाला ओरिजिनल तेल ताला नो అವೆಲ್ಲ ఉడితే వల్లట్ల మాన ఉండాలి. పంచర్ కూటింటే వల్లట్ల మాన చేరు కొంచెం ఏంటది మున్నేర వచ్చేసారు. എന്ത് ചെയ്യാനത്? തീ വെച്ച് കത്തിക്കാൻ പറഞ്ഞു. ഓ, മിക്സ് ആവൂല. അവൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ പച്ചവെള്ളത്തിൽ ഒറിജിനൽ തേനാണ് ഒഴിക്കുന്നതെങ്കിൽ അത് മിക്സ് ആവില്ല, വെള്ളത്തിന്റെ താഴെയാണ് കിടക്കുന്നത്. വെള്ളത്തിന്റെ താഴെ തേൻ കിടക്കുന്നതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. പക്ഷെ നമ്മുടെ ആൾക്കാരല്ലേ മുതൽ, ആരും ഒരു വക അവിടെ നിന്ന് വാങ്ങിച്ചില്ല. ഞങ്ങൾ നേരെ ചായത്തട്ടുണ്ടായിരുന്ന ആ ചായത്തട്ടിലേക്ക് പോയി. നമ്മുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഞങ്ങൾ ചായ കുടിക്കാൻ പോയി. അതിന് കാരണം അവിടെ നല്ല മഴ ഉണ്ടായിരുന്നു, മഴയും നല്ല തണുപ്പും. അതുകൊണ്ട് ഒരു ചായ കുടിക്കണമെന്നുള്ള നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ തട്ടിലേക്ക് ഞങ്ങൾ പോയി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും തിരിച്ചു മനോഹരമായ ദൃശ്യങ്ങളും കണ്ടിട്ട് അടുത്ത ഏരിയയിലേക്ക്.
കണ്ടില്ലേ, അതിമനോഹരമായ മലനിരകൾ നമ്മുടെ രാജ്യത്താണെന്ന് തോന്നുന്നു. ഒരു സ്വിസ് ഫീല്, സൂപ്പർ മനോഹരമായ ദൃശ്യങ്ങൾ. ഞങ്ങൾ അമ്പരം നോയി. അതിനെല്ലാം ഞങ്ങൾ കണ്ട് ഞങ്ങളുടെ പ്രായത്തിനനുസരിച്ച് ഞങ്ങൾ എൻജോയ് ചെയ്ത് ഞങ്ങൾ ആ മനോഹരമായ ദൃശ്യങ്ങൾ ഞങ്ങളുടെ ക്യാമറയിൽ പകർത്തുകയും പിന്നെ ഞങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ച് കുറച്ച് സ്റ്റിൽസുകൾ എടുക്കുകയും ചെയ്തു. ഏകദേശം ദൃശ്യങ്ങളെല്ലാം അവസാനിച്ചെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ വാൽപ്പാറ വിടുകയാണ്. ഇനി പൊള്ളാച്ചിയിലേക്കാണ് ഞങ്ങളുടെ യാത്ര. മലയിറക്കമാണ്, മനോഹരമായ ദൃശ്യങ്ങളാണ്. എല്ലാം കണ്ടുകൊണ്ട് ഞങ്ങൾ മലയിറങ്ങി വരികയാണ്. അങ്ങനെ ഞങ്ങൾ താഴെ എത്തി. അപ്പോൾ 1-2 ഫാമിലി അവിടെ കുറച്ച് അപ്പൂപ്പന്മാരുമായിട്ടൊക്കെ കളിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി. ഞങ്ങൾ ഈ മങ്കീസുമായിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുക്കുകയും അതിൻ്റെ കളികൾ കണ്ടുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം ഞങ്ങൾ വീണ്ടും ഇവിടെ നിന്ന് പോകാനൊരുങ്ങുകയാണ്. ഇത്രയും നേരം ഞങ്ങളെ സഹിച്ചവർക്ക് നന്ദിയുണ്ട്. ഇനിയും നിങ്ങൾ സഹിക്കണം. ഇനിയുള്ള എപ്പിസോഡുകളും കാണണം, പ്രോത്സാഹിപ്പിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, പറ്റുമെങ്കിൽ ഒരു ലൈക്കും ചെയ്യണം. ഇനി അടുത്ത എപ്പിസോഡ് പറഞ്ഞവരെ നിങ്ങളൊന്ന് പ്രതീക്ഷിക്കണം. ഞങ്ങൾ ഇടുന്ന എപ്പിസോഡൊന്ന് കാണണം. കാണൂലേ? കാണണം, കാണാതിരിക്കരുത്. ഓക്കെ, ബൈ. വണ്ടി വിട്ടാണോ?